1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷത്തെ പ്രവചനങ്ങളാണ് നടക്കുന്നത്. അതായത് 16/12/2025 മുതൽ 14/1/2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. കർക്കിടക കൂറിൽ ജനിച്ചവരുടെയാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം നക്ഷത്രവും ആയില്യ നക്ഷത്രവും ചേർന്നതാണ് കർക്കിടക കൂർ എന്ന് പറയുന്നത്. ഓരോ മാസത്തെയും വ്യത്യാസമായിട്ടാണ് ഞാൻ വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം ധനുമാസത്തെയാണ്. രോഗങ്ങളും കഷ്ടതകളും ഈ മാസം സൗഖ്യം ലഭിക്കുന്നു. രോഗങ്ങളെ കഷ്ടതകളെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ സൗഖ്യം ലഭിക്കുന്നു. അകാരണമായ ഭയം, ഏതിനെയും ഭയക്കുക, ഏതിനെയും സംശയിക്കുക, ഒരു ഭയങ്കരമായ ആശങ്ക എന്നിവയെല്ലാം ശമനം വരുന്നു. സ്വന്തമായി നിലം, സ്ഥലം, വീട് എന്നിവ വാങ്ങുന്നതിനും അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നതിനും സാധിക്കുന്നു. ഭാര്യയോടും പുത്രനോടുമുള്ള ദേഷ്യവും കലഹങ്ങളും എല്ലാം ശമനം വരുന്നു. ശ്രമിച്ചാൽ പല രീതിയിലും ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സന്താന ഭാഗ്യം ലഭിക്കുന്നു. പല കാര്യങ്ങളും നടന്നു കിട്ടാൻ കാലതാമസം വരാം. ആയതിനാൽ വെറുതെ അലയാതെ അത്യാവശ്യത്തിന് മാത്രം ഉള്ള കാര്യങ്ങൾ ശ്രമിച്ച് സാധിക്കുക. അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുക. ബന്ധുജനങ്ങളുമായി ഒരിക്കലും വിരോധം വരാൻ ഇടയാകരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ദാനാദി കർമ്മങ്ങൾ ചെയ്യുക. ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാകുന്നു. അർഹത ഉള്ളവർക്ക് ആവശ്യമുള്ളത് മാത്രം ദാനം ചെയ്യുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10% താഴെ മാത്രം ദാനം ചെയ്യുക. ദാനം ചെയ്യുന്നതിന് വ്യവസ്ഥയുണ്ട്. ദാനം സ്വീകരിക്കുന്ന ആൾക്ക് ആവശ്യമുള്ളതും ഗുണനിലവാരമുള്ളതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും പുതിയതും കേടില്ലാത്തതുമായ വേണം ദാനം ചെയ്യാനായിട്ട്. ദാനം സ്വീകരിക്കുന്ന ആൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു. ദാനാദി കർമ്മങ്ങൾ, ആപത്തുകളെല്ലാം തടയാനായിട്ട് സാധിക്കുന്നു. സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭ്യമാകാം. ഇനി മകരമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പ്രൊമോഷൻ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും. സ്ഥലം, വീട് എന്നിവ വാങ്ങുന്നതിനും പുതിയ വീട് നിർമ്മിക്കുന്നതിനും സാധിക്കുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും പല രീതിയിൽ ആൾക്കാർ ചൂഷണം ചെയ്യുന്നതെല്ലാം ഈ മാസം മാറുന്നു. ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കുക എന്നുള്ളത് നടക്കാണ്ട് വരുന്നു. അതിനൊക്കെ ശമനം വരുന്നു. പല പ്രകാരത്തിലുള്ള അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നു. അത്യാവശ്യമില്ലാത്ത അലച്ചിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഉദരവ്യാധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തസ്കര ഭയം വരുന്നതിന്, നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന് സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന സമൻസ് അങ്ങനെയൊക്കെയുള്ള എല്ലാം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത കുംഭമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. വീട്ടിലേക്ക് വേണ്ടുന്ന പുതിയ ഉപകരണങ്ങൾ, അതായത് മിക്സർ, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, AC അങ്ങനെയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു ഭാഗ്യം ഈ മാസം ലഭിക്കുന്നു. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ചേർന്ന ഇണയെ കണ്ടെത്തുന്നതിനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കുന്നതിന് സാധ്യതയുണ്ട്. സ്വർണം മുതലായ ആഭരണങ്ങൾ ലഭ്യമാകാം. പല വഴികളിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാം. ചില രോഗങ്ങളാൽ കഷ്ടമുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിരോധം സമ്പാദിക്കാതിരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായും മര്യാദയായും പെരുമാറാൻ ശ്രമിക്കുക. മീനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. സമ്മാനങ്ങൾ പലതും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് സ്വർണമായിട്ടും വെള്ളിയായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളായിട്ടും ലഭിക്കാം. ധനലാഭം പ്രതീക്ഷിക്കാം. ധർമ്മകാര്യങ്ങൾ ചെയ്താൽ ദൈവികമായ കടാക്ഷങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മനസ്സമാധാനം ലഭിക്കാം. ശരീരത്തിന് ഏറ്റ മുറിവ്, ചതവ്, ഒടിവ്, പുണ്ണ് മുതലായ രോഗങ്ങളെല്ലാം, കഷ്ടപ്പാടുകളും വിഷമങ്ങളെല്ലാം ഈ മാസം ശമനം ലഭിക്കുന്നു. ചാരിത്രഭംഗം വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. തസ്കര ഭയം ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് വരുന്നത് മേടമാസത്തെ ഫലങ്ങളാണ്. പല കാര്യങ്ങൾക്കും വിജയം ലഭിക്കാം. കലഹം, അപമാനം, മാനഹാനി എന്നിവയ്ക്ക് കാഠിന്യം കുറയാം. അധികാരികളിൽ നിന്നുള്ള ശല്യം കുറയാം. പല രീതിയിലും ഉണ്ടാകേണ്ടിയിരുന്ന ധനനാശം, രോഗങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കുന്നു. പോലീസ് പരാതി, കോടതി നടപടി എന്നിവയ്ക്ക് വരാം. അതൊക്കെ ശ്രദ്ധിക്കുക. ശത്രു വർധന ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ ശത്രുക്കളുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങളൊരു കാര്യത്തിലും അവരുമായിട്ട് ഇടപെടാൻ പോകരുത്. അതായിരിക്കും നല്ലത്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. ബന്ധുക്കൾക്ക് പല ദുഃഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിടത്തും സുഖമില്ലാത്ത ഒരു അവസ്ഥ ചിലപ്പോൾ വരാം. ആയതിനാൽ ഒരു വിനോദസഞ്ചാരം നടത്തുന്നത് നല്ലതായിരിക്കും. ഇടവമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. തൊഴിലിൽ പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക്, അതായത് ഇൻ്റർവ്യൂവും എല്ലാ കടമ്പകളും കഴിഞ്ഞ് ഇനി
നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം അത് ലഭിക്കുകയും തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. പല വിധത്തിലുള്ള ധനലാഭം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മൃദുവായ സംസാര രീതി ശീലിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ പ്രീതി നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ നടന്നു കിട്ടാനുള്ളൊരു സാഹചര്യമാണുള്ളത്. മനസ്സന്തോഷം വരാം. ഭാര്യാപുത്രന്മാരോടുകൂടി സുഖമായിട്ട് വസിക്കുവാൻ സാധിക്കും. ആവശ്യമില്ലാത്ത യാത്രകൾ കഴിയുന്നത് ഒഴിവാക്കുക. ബന്ധുക്കളുമായി ഒത്തുചേർന്ന് പോവുക. ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക, അതായത് ആരെയും വെറുപ്പിക്കാതിരിക്കുക ഈ മാസം നല്ലതായിരിക്കും. അടുത്ത് മിഥുന മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിയമ ഉത്തരവിന് കാത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലും ധനലാഭം ലഭിക്കാം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ തന്നെ നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മനസ്സന്തോഷം ഉണ്ടാകാം. ബന്ധുക്കളോട് സ്നേഹവും അടുപ്പവും ഉണ്ടാകുന്നത് ഈ മാസത്തിൽ വളരെ നല്ലതാകുന്നു. PhD ചെയ്യുന്നവർക്കും മറ്റ് പ്രോജക്റ്റ് വർക്കുകളെല്ലാം ചെയ്യുന്നവർക്കും അവരുടെ പ്രോജക്റ്റുകളും പ്രബന്ധങ്ങളും അംഗീകരിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യമുള്ളൊരു മാസമാണ് ഈ മിഥുനമാസം. ആയുർഭീതി ഉണ്ടാകാം, ഒരു ഭയം ഉണ്ടാകാം ആയുസ്സിന്. അതുപോലെ ധർമ്മകാര്യത്തിനൊരു തടസ്സമുണ്ടാകാം. പല പോലീസ് കേസുകളും കോടതി നടപടികളും ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് കർക്കിടക മാസത്തെ ഫലങ്ങളാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുവഴി അധികാരം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നതൊക്കെ മാറിക്കിട്ടും. സൽക്കർമ്മങ്ങളിലും പൂജകളിലും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര കടാക്ഷം ലഭിക്കാൻ പറ്റിയ ഒരു മാസമാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും യുക്തിയും ബുദ്ധിയും ചേർന്ന് വേണം അത് ചെയ്യാൻ. വളരെ ആലോചിക്കണം. അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ വിരോധവും ഒക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. പിതൃക്കൾക്ക് ആപത്ത് ഉണ്ടാകാം. അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മാവന്മാർക്കൊക്കെ ഒരു പിതൃ സമാനമായ ആൾക്കാർക്ക് ചില ആപത്തുകൾ ഉണ്ടാവേണ്ട സാധ്യത കാണുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ടതായിട്ടുള്ള വകകൾ, അതായത് ATM കാർഡ്, ബാങ്ക് പാസ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മോഷണം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വളരെ ഭദ്രമായി വയ്ക്കുക. അടുത്ത ചിങ്ങമാസത്തെ ഫലങ്ങളാണ്. പ്രത്യേകിച്ച് ഗുണഫലങ്ങളൊന്നും കാണുന്നില്ല ഈ ചിങ്ങമാസത്തിൽ. എല്ലാം കുറച്ച് മോശഫലങ്ങളാണ് കാണുന്നത്. ദ്രവ്യനാശം കാണുന്നുണ്ട്. അതായത് പല രീതിയിൽ നമ്മുടെ സമ്പത്തും മറ്റ് ദ്രവ്യങ്ങളും നശിക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. പല പ്രകാരത്തിലും പല രീതിയിലുള്ള ദുഃഖങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ ചെലവുകൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. പലതരത്തിലുള്ള ചതി അന്യന്മാരിൽ നിന്നും, പരിചയമുള്ളവരിൽ നിന്നും പരിചയമില്ലാത്തവരിൽ നിന്നൊക്കെ പല രീതിയിലും ചതിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. ബന്ധുക്കളോട് ശത്രുത വരാം. ബുദ്ധിശൂന്യത ഉണ്ടാവേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് അനുഭവ സമ്പത്തുള്ളവരോടുകൂടി നിങ്ങൾ ചർച്ച ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അധികാരശക്തി ലഭിക്കുമെങ്കിലും അത് വളരെ ഉപദ്രവങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുക. മോഷ്ടാക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാം. വേണ്ടുന്ന ദാനാദി കർമ്മങ്ങൾ ചെയ്യുക, പൂജകളും ചെയ്യുക, നല്ലതായിരിക്കും. കന്നിമാസത്തെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. മുൻപേ മാസത്തെ, അതായത് ഇപ്പോൾ ചിങ്ങമാസത്തെ ഉള്ള അത്രയും ദോഷഫലങ്ങളൊന്നും ഈ കന്നിമാസത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു 75% കുറവ് വരുന്നു. രോഗങ്ങളുണ്ടെങ്കിൽ അതിന് കുറവ് വരാം. സർക്കാരിൽ നിന്നുമുള്ള നടപടികൾക്കൊക്കെ ഒരു തടസ്സം വരാം. ഇതൊന്നും നിങ്ങൾക്ക് എതിരെയുള്ള നടപടിയാണ്. അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. അതുപോലെ എന്തിനും ഏതിനും ഇറങ്ങിത്തിരിച്ചാലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. അധികാരശക്തികളിൽ നിന്നുള്ള ഭയം നിങ്ങൾക്ക് കുറയാം. ബന്ധുജന സഹായം ലഭിക്കാം. അധികാരമുള്ള ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ ചെറിയ രോഗങ്ങളാണ്, അത് നിങ്ങളെ അലട്ടാം. അതും വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്തത് തുലാമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പല രീതിയിലും ധനലാഭം ഉണ്ടാകാം. കുടുംബത്തിനും ബന്ധുക്കൾക്കുമൊക്കെ ഐശ്വര്യം ഉണ്ടാകാം. ധനനഷ്ടത്തിൽ നിന്നും നിങ്ങൾ കരകയറുന്നു. അതുപോലെ പല ഭീഷണികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നു. ബുദ്ധിശൂന്യത മാറിക്കിട്ടുന്നു. കാരണം ബുദ്ധിശൂന്യത ഉദ്ദേശിച്ച ബുദ്ധി ഇല്ലായ്മയല്ല, ആലോചിക്കാണ്ട് ഓരോന്ന് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇത് മാറിക്കിട്ടുന്നു. നേർവഴിക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നു. നല്ലതും ചീത്തയും ഇനി വരാൻ പോണ ദോഷങ്ങളൊക്കെ ചിന്തിച്ച് അത് മനസ്സിലാക്കി നേർവഴിക്ക് പോകാൻ സാധിക്കുന്നു. സ്ഥലം മാറ്റം ലഭിക്കുമെങ്കിലും പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തേക്കായിരിക്കില്ല സ്ഥലം മാറ്റം ലഭിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു വിഷമം തോന്നുമെങ്കിലും പിന്നീട് അത് ഗുണമായി ഭവിക്കും. നിങ്ങൾക്ക് ദേഹനാശം സംഭവിക്കാം. ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ കാലതാമസം വരാം.
അടുത്ത വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ്. പല സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. സ്വർണ്ണമായിട്ടും വെള്ളിയായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള വീട്ടാവശ്യത്തിനുള്ള ഉപകരണങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ളൊരു സാധ്യത ഈ വൃശ്ചിക മാസത്തിൽ കാണുന്നുണ്ട്. ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകാം. സുഖ നിദ്ര ലഭിക്കാം. മനസമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. ജപ്തി നടപടികളിൽ നിന്നും കണ്ടുകെട്ടൽ നടപടി അതിലൊക്കെ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ തീർച്ചയായിട്ടും സാധിക്കും. പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് പറ്റിയ ഇണയെ കണ്ടുകെട്ടുവാനും അതുമൂലം അവർക്ക് വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അധികാരസ്ഥാനം ലഭിച്ചാലും അത് പ്രയോജനമില്ല. മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ മൂലം നിങ്ങൾക്ക് ഒന്നും സ്വയം മനസ്സാലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാം. അവാർഡിനെ പരിഗണിക്കുമെങ്കിലും അത് വേറെ ചില ആൾക്കാരുടെ നിങ്ങളുടെ ശത്രുക്കളുടെ ഇടപെടൽ മൂലം അത് പിന്നിടത്തേക്ക് മാറ്റിവെക്കാം. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. അടുത്തത് ധനുമാസത്തെ ഫലങ്ങളാണ്. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാം. ഈ ധനുമാസത്തിൽ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കാം. രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നതൊക്കെ നിങ്ങൾക്ക് കുറയുന്നു. ധനനഷ്ടം ഉണ്ടായിരുന്നത്, നിങ്ങളൊരു സംരംഭനാണെങ്കിൽ ധനനഷ്ടം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നിപ്പം ധനലാഭത്തിലേക്ക് അത് സംരംഭം എത്തിച്ചേരാൻ സാധിക്കുന്നു. ശത്രുക്കളിൽ നിന്നുമുള്ള ശല്യം നിങ്ങൾക്ക് കുറയുന്നു. അകാരണമായ ഭയം, സംശയം, ആശങ്ക എന്നിവയെല്ലാം മാറിക്കിട്ടുന്നു. ഡിപ്രഷൻ വരാതെ നിങ്ങൾ ഉള്ളൊരു സാധ്യതയുള്ളതിനാൽ അത് ശ്രദ്ധിക്കുക. ആയതിനാൽ മനോരോഗ വിദഗ്ധനെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മനസ്സിന് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, മനപ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനെ സമീപിച്ച് വേണ്ടുന്ന ചികിത്സ ചെയ്യുക. പിതൃജനങ്ങളിൽ ആർക്കെങ്കിലും രോഗമോ മരണമോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിതൃജനങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അച്ഛനമ്മ അല്ലെങ്കിൽ അമ്മാവന്മാർ അങ്ങനെയൊക്കെയുള്ള കാരണവന്മാർക്ക് മരണമോ അല്ലെങ്കിൽ വലിയ രോഗമോ വരാൻ സാധ്യതയുണ്ട്. തസ്കരഭയം ഉണ്ടാകാം. മോഷ്ടാക്കൾ നിങ്ങളുടെ വിലയേറിയ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് അതായത് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ പൂജാപരമായതോ ജ്യോതിഷപരമായതോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എൻ്റെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടുക. ഈ വരുന്ന പുതുവർഷത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.